കുട്ടീസ്, നീ 2025 അപ്രോച്ച് ചെയ്യാനായിട്ട് ഈ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ഫൈനൽ ഫുൾ സെറ്റ് എക്സാം എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ കംപ്ലൈന്റ് പറയുന്നത് ബയോളജി പാർട്ടിൽ നെഗറ്റീവ് കൂടുന്നു എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് ബയോളജി പാർട്ടിൽ നെഗറ്റീവ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം? ഇന്ന് മിസ് പറഞ്ഞു വരാൻ പോകുന്ന 2 ടിപ്പുകളാണ്. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഏതൊരു സബ്ജക്റ്റിലും അപ്ലൈ ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ്. ടൈം മാനേജ് ചെയ്ത് തന്നെ എക്സാമിന് പോവുക. അതിങ്ങനെ മാനേജ് ചെയ്ത് പോവുക. എക്സാം ടഫ് ആയാലും ഡിഫിക്കൽട്ട് ആയാലും ഒക്കെ എൻ്റെ ടൈം ഡിഫർ ചെയ്യില്ലേ? അതിനാദ്യം എന്ത് ചെയ്യണം? നമുക്കറിയാം നമ്മുടെ എക്സാമിൻ്റെ ടൈം ഡ്യൂറേഷൻ 3 hours ആണ്. ഇതിനെ ഓരോ സബ്ജക്റ്റിനും ഒരു പെർട്ടിക്കുലർ ടൈം സ്പാനായി നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഓരോ സബ്ജക്റ്റിനും ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി 40 minutes ആയി ആദ്യം സ്പ്ലിറ്റ് ചെയ്യുക. ഈ ആദ്യ റൗണ്ടിൽ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം മാർക്ക് ചെയ്ത ശേഷം അറിഞ്ഞൂടാത്ത നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിനെ മാർക്ക് ചെയ്ത് കൃത്യം ആ ടൈമിൽ തന്നെ നെക്സ്റ്റ് സബ്ജക്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ദിസ് വിൽ ആക്ച്വലി ഗിവ് പ്രൊഡക്റ്റീവ്ലി നമ്മൾ റിമൈനിങ് ആയി കീപ്പ് ചെയ്ത ടൈം എല്ലാം നമുക്ക് ഡൗട്ട്ഫുൾ ആയ ക്വസ്റ്റ്യൻസ് പിന്നെ വന്ന് ചെയ്യാനുള്ള സമയം കിട്ടും. അല്ലാതെ ഒരു പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ നമ്മൾ ബയോ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തയിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നമ്മൾ പലപ്പോഴും നമുക്ക് ചെറുതായിട്ട് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസിനെ മാർക്ക് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇവിടെ നമ്മൾ ഗ്യാപ് ടൈം ഇട്ട് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദാറ്റ് ടൈം ടു കം ബാക്ക് എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. സോ യു ക്യാൻ കം ബാക്ക് ആൻഡ് ഡു ഇറ്റ് പെർഫെക്റ്റ്ലി. രണ്ടാമത്തെ ഒരു ടിപ്പാണ് ടേക്ക് എ പോസ് ഇൻ ബിറ്റ്വീൻ. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു ഏറ്റവും വലിയ മിസ്റ്റേക്ക്, ഒരു ക്വസ്റ്റ്യൻ വായിച്ചു, ആ ക്വസ്റ്റ്യൻ്റെ കൺസെപ്റ്റിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അത് കുറച്ച് കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഈസി ആയി നമ്മൾ ജമ്പ് ചെയ്ത് പോയി അത് വായിച്ച് ആൻസർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അറിയാവുന്നതാണ് ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ എങ്കിലും അതിനെ നമ്മൾ റോങ് ആയി മാർക്ക് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ട്. കാരണം നമ്മുടെ ബ്രെയിനിൽ എന്ത് കിടക്കാണ്? മറ്റേ ക്വസ്റ്റ്യൻ്റെ ആ ഒരു കൺഫ്യൂഷൻ ബ്രെയിനിൽ കിടക്കാണ്. സോ വെൻ യു റീഡ് സംതിങ് ലൈക്ക് എ ലോങ് ക്വസ്റ്റ്യൻ, കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ, അത് നിങ്ങളെ ഒന്ന് കുരുക്കിയെങ്കിൽ ടേക്ക് എ സ്മോൾ പോസ്, ടേക്ക് എ ബ്രെത്ത്, then only move to the next question. And always use your pen tip while you are reading a question. എപ്പോഴും പെൻ ടിപ്പ് വഴി തന്നെ നമ്മൾ റീഡ് ചെയ്യുക. ഈ പെൻ ടിപ്പ് നിങ്ങളെ കുറച്ചുകൂടെ ആ കോൺഷ്യസ്നെസ്സിലേക്ക് റീഡ് ചെയ്യും, ഫോക്കസും അറ്റൻഷനും കൂട്ടും. അപ്പോൾ ഈ 2 ടിപ്സ് നിങ്ങൾ നിങ്ങളുടെ എക്സാംസിന് ഇനി മുതൽ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ നെഗറ്റീവ്സ് കുറയുന്നുണ്ടോ എന്ന്. ഓക്കെ.